നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ. മോദിയുടെ ഓരോ വാക്കിലും ഇന്ത്യയുടെ വികസനം മാത്രം. ഇന്ത്യയുടെ അന്തസ് ഉയർത്താൻ മോദി. വികസനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് മോദിയുടെ പ്രസംഗം. അദ്ദേഹത്തോടൊപ്പം സദസ്സിൽ ഇരുന്നപ്പോൾ സന്തോഷം തോന്നിയെന്നുമാണ് തരൂർ പറഞ്ഞത്. രാംനാഥ് ഗോയങ്ക അനുസ്മരണ ചടങ്ങിൽ മോദിയുടെ പ്രസംഗത്തെയാണ് തരൂർ പുകഴ്ത്തിയത്. ദില്ലിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നതായും ചടങ്ങിൽ പ്രധാനമന്ത്രി വികസനത്തിന് വേണ്ടിയുള്ള വ്യഗ്രതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവെന്നും തരൂർ തന്റെ എക്സിൽ കുറിച്ചു. മുമ്പ് മോദിയെ പുകഴ്ത്തി തരൂർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പോസ്റ്റ് കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തിനെതിരെയുള്ള എതിർപ്പ് വീണ്ടും വർദ്ധിപ്പിക്കുന്നതായാണ് സൂചന. ഇന്ത്യ വളർന്നു വരുന്ന വിപണി മാത്രമല്ല, മറിച്ച് ലോക മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായും തരൂർ കുറിച്ചു. മഹാമാരി പോലുള്ള ആഗോള പ്രതിസന്ധികൾ അതിജീവിച്ചതിനാലും റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിലും മുന്നോട്ടു പോകുന്നതിനാലും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷി ലോക ശ്രദ്ധ നേടി. താൻ എപ്പോഴും ഇലക്ഷൻ മോഡലിലാണെന്ന് ആരോപിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി താൻ വാസ്തവത്തിൽ ഇമോഷണൽ മോഡൽ ആയിരുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞുവെന്ന് തരൂർ കുറിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഓരോ പ്രധാന ഭാഗം കൊളോണിയൽ മാനസികാവസ്ഥയെ അതിജീവിക്കുക എന്നതിനെ കുറിച്ചായിരുന്നുവെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യയുടെ പൈതൃകം, ഭാഷകൾ, വിജ്ഞാന സംവിധാനങ്ങൾ എന്നിവയിലുള്ള അന്തസ് വീണ്ടെടുക്കാൻ 10 വർഷക്കാലമായുള്ള ഒരു ദേശീയ ദൗത്യത്തിനായി പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക വീക്ഷണത്തിനായും വികസനത്തിനു വേണ്ടി വ്യഗ്രതയോടെ ഇരിക്കാൻ രാജ്യത്തോടുള്ള ഓരോ സാംസ്കാരിക ആഹ്വാനവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. സദസ്സിൽ ഉണ്ടായിരുന്നതിൽ സന്തോഷമുണ്ടെന്ന് തരൂർ കുറിച്ചു. എല്ലായ്പ്പോഴും താൻ തെരഞ്ഞെടുപ്പ് മോഡൽ ആണെന്ന് ആരോപിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വൈകാരിക മോഡലായിരുന്നു. കൊളോണിയലിസം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് തരൂർ പറഞ്ഞു. എന്തായാലും സ്വന്തം നേതാവ് രാഹുൽ ഗാന്ധി ആയിട്ട് പോലും മോദി എന്ന നന്മയും രാജ്യസ്നേഹവുമുള്ള ലോക നേതാവിനെ തൊട്ട് വിവരിക്കുകയായിരുന്നു തരൂർ. ശശി തരൂർ പ്രധാനമന്ത്രിയെ കുറിച്ച് പുകഴ്ത്തി ആദ്യമല്ല സംസാരിക്കുന്നത്. തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി വഷളായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൗഹൃദ രാജ്യങ്ങളിലേക്ക് അയച്ച സർക്കാർ പ്രതിനിധി സംഘത്തിലെ പ്രതിപക്ഷ മുഖങ്ങളിലൊന്നായി തരൂരിനെ തെരഞ്ഞെടുത്ത സമയം മുതലാണ് തരൂരും പാർട്ടിയും തമ്മിൽ തെറ്റിത്തുടങ്ങിയത്. യുഎസിലേക്കും മറ്റു 4 രാജ്യങ്ങളിലേക്കുമുള്ള പ്രതിനിധി സംഘത്തെ നയിച്ച തരൂർ പിന്നീട് പല അവസരങ്ങളിൽ പാർട്ടി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ഇത് വലിയൊരു പിളർപ്പിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കും ബിജെപിയിലേക്കുള്ള കൂറുമാറ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കും വഴിവെച്ചു. എന്നാൽ അത്തരത്തിൽ സംഭവിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 14 വർഷമായി താൻ പാർട്ടിയോടും അതിന്റെ പ്രത്യയശാസ്ത്രത്തോടും വിശ്വസ്തനായിരുന്നുവെന്നും പ്രമുഖ ദേശീയ മാധ്യമത്തോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഇതിനു മുമ്പും ശശി തരൂരും കോൺഗ്രസും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വ ശൈലിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും സമ്പൂർണ്ണ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്ത G23 നേതാക്കളുടെ സംഘത്തിൽ തരൂരും ഉണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു. ഈ മാസം ആദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ വിമർശിച്ച് തരൂർ ഒരു ലേഖനം എഴുതിയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ ബിസിനസ് എന്ന ലേഖനം കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയിലെ കുടുംബവാഴ്ചയുള്ള രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.